ഹലോ, ചക്കീസ് അല്ലേ? അതെ. ആ എബ്രഹാം ലിങ്കൺ ഒന്ന് കിട്ടുമോ? നിങ്ങളാരാ? ഞാൻ ക്ലിന്റനാ. ക്ലിന്റനോ? അതെ. നിങ്ങളെന്താ ആളെ കളിയാക്കണോ? അല്ല ചേട്ടാ, ഞാൻ ഒരാൾ എബ്രഹാം ലിങ്കൺ, ഒരാൾ ക്ലിന്റൺ. ഇതെന്താ അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കാ? ചേട്ടാ ഞാൻ പറയട്ടെ, ചേട്ടാ. ഓ നശിപ്പിച്ചല്ലോ. അതാ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ക്ലിന്റൺ പെരേരയാ. അതിന്? എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഷൂട്ടിൽ നിന്നപ്പോ നിങ്ങളുടെ കാശിന് വേണ്ടി ഞങ്ങളുടെ ഫിലിം പെട്ടി യൂണിറ്റ് അംഗങ്ങളെയൊക്കെ പിടിച്ചു വെച്ചില്ലേ? അതിനൊരു നീക്കുപോക്കുണ്ടാക്കാൻ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞതാ. 2-3 ദിവസമായല്ല താൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പടച്ചോമാരെയും വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ നേരം വരെ ഒരു പടച്ചോന് എന്റെ ലോഡ്ജിന്റെ പൈസ കൊണ്ടും തന്നില്ലല്ലോ. എടോ കൺട്രോളറെ, തന്റെ ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങിയതിന്റെ കാശ് കിട്ടാതെ തന്നെയും വിടൂല, തന്റെ പെട്ടിയും ഞാൻ വിടൂല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഏത് നേരത്താണാവോ സ്വന്തം ഫോൺ ബില്ല് അടയ്ക്കാൻ പോലും ഗതിയില്ലാത്ത ആ പ്രൊഡ്യൂസറുടെ പടം തന്നെ എടുത്ത് തലയിലേറ്റി വെക്കാൻ എനിക്ക് തോന്നിയത്. ഇപ്പൊ വരാവേ. എല്ലാം കൂടെ പണ്ടാരം അടങ്ങാനായിട്ട് പിന്നെ അവനെ കെട്ടിയെടുത്തോ? എന്താണോ അരയില് ബെൽറ്റ് ബോംബും കെട്ടിവെച്ചാണോ വരവ്? എന്നാലും എന്നെ കൊന്നേക്ക്. ഞാൻ ആരും കൊല്ലാൻ വന്നൊന്നല്ല. പിന്നെ തിന്നാനാണോ? തനിക്കറിയോ, തന്റെ അരബുദ്ധി അനിയൻ കാരണം 3 ദിവസമായി തീറ്റയും കൂടി മുട്ടിയിട്ട്. എന്റെ മാത്രമല്ല 10-30 ഉണ്ട് ഓരോ മുറിയിലായിട്ട്. ആ അനിയൻകാരനുണ്ടായ നഷ്ടം ആ അനിയൻ തന്നെ അങ്ങോട്ട് പരിഹരിച്ച പ്രശ്നം തീരുമല്ലോ. ആ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടത്തിന്റെ വകയിലേക്ക് 2 ലക്ഷം. കള്ളനോട്ടൊന്നും അല്ല സാറേ, നല്ല ജർമ്മൻ യൂറോ മാർക്കറ്റ് കാശാ. മാതാവേ, ഇതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ ഏത് ബാങ്കാ കൊള്ളയടിച്ചത്? അപ്പം തിന്നാ പോരെ, തന്റെ പേട്ട് തല കുഴിയിലിട്ട് നോക്കണോ? തന്റെ കോപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞേക്ക്, ഈ ആനന്ദക്കുട്ടം വിചാരിച്ചാൽ ഇതുപോലത്തെ ഒരുപാട് 100ന്റെ കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇതും കൊണ്ട് വല്ല 5 സ്റ്റാർ ഹോട്ടലിലെ സൂട്ട് റൂമിൽ പോയി വെള്ളമടിച്ച് കളയാതെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ. 2 ലക്ഷം. 2 lakhs. ഇനി ആലോചിച്ചിട്ടെന്താ? പറഞ്ഞ കാശ് കൊടുക്കാൻ അവർ തയ്യാറായ 100% എനിക്ക് ഉറപ്പാ കുട്ടേട്ടൻ ആ സാധുവിനെ പറഞ്ഞു വിടൂന്ന്. അങ്ങനെ കലാകാരനച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് പൊന്നായി. കാര്യങ്ങൾ നമ്മൾ കരുതിയതിനേക്കാളും പെട്ടെന്നായി. 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ട്രാവൽ ഏജൻസിന്ന് കൈപ്പറ്റി. ബാക്കിയുള്ള 5 ലക്ഷം അവനെ കൊണ്ടുപോകുമ്പോ നേരിട്ട് തരാന്ന് എഗ്രിമെന്റ് എഴുതി. ആ പ്രൊഡ്യൂസർക്കുള്ള നഷ്ടപരിഹാരം എബ്രഹാം ലിങ്കന്റെ മോത്ത് വലിച്ചെറിഞ്ഞു കൊടുത്ത് വരുന്ന വഴി നമ്മുടെ ടീമിൽപ്പെട്ട എല്ലാ ചലച്ചിത്ര താരങ്ങൾക്കും 5000 രൂപ വെച്ച് വീതിച്ചും കൊടുത്തു. അവരും സന്തോഷിക്കട്ടെ. പിന്നെ നമ്മുടെ പ്രശസ്ത സീരിയൽ നടി സരസുവിന്റെ കയർപിരിമാല ബാങ്കിൽ നിന്ന് ഇതെടുത്ത് ഇവിടെ ഒന്ന് കയറിയപ്പോ എന്റെ ഒരാളെ കുട്ടിയെ എന്താന്നറിയില്ല, ഈ പ്രകൃതിക്കൊക്കെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക സൗന്ദര്യം എനിക്ക് ഫീൽ ചെയ്യാം. ഈ കാർമേഘം വിട്ടുപോഞ്ഞ നീലാകാശം എന്ന് നമ്മൾ സാഹിത്യകാരന്മാർ പറയില്ലേ? അതാ ഇവൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആദ്യം ഇത് അങ്ങോട്ട് പിടിക്കും. പിന്നെ ഇത് ലേറ്റസ്റ്റ് മോഡലിലെ കമ്മലുകളാ. ഈ ഇടപാടിൽ സരസ്വനെ വെട്ടിച്ച് മുങ്ങിയും പൊങ്ങിയൊക്കെ നീ ഒരുപാട് റിസ്ക് എടുത്തല്ലേ, അതിന് എന്റെ വക ഫ്രീ. ആ പാവത്തിന് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടുള്ള ഒരു ഫ്രീ എനിക്ക് വേണ്ട. ദേ കിടക്കുന്ന സെന്റിമെന്റ്സ് വേണ്ടെങ്കിൽ വേണ്ട. 2 ദിവസം കഴിഞ്ഞ നീ തന്നെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ? അച്ഛാ ഇത് 20,000 രൂപയുണ്ട്. ഞാനെന്ന് പറഞ്ഞില്ലേ, ഇത് അച്ഛന്റെ ഓപ്പറേഷനുള്ള കാശാ. നിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഞാൻ ശരിയെ പറഞ്ഞു. പക്ഷെ എത്രയായാലും അവൻ നിന്റെ കൂടപ്പുറപ്പല്ലടാ. അതും അങ്ങനെ ഒരു കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ കൂടപ്പറപ്പും കൂട്ടക്കാരും ഒക്കെ പരസ്പരം അടുത്തറിയുമുണ്ടാവുന്ന ബന്ധങ്ങളാ. അവന്റെ ഒരു ബുദ്ധി വെച്ച് സകല കഷ്ടപ്പാടും പേറി മരണം വരെ കൂടെ കൊണ്ടുവന്നാലും അവന് ഞാനൊരു അന്യനാ. അതല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്നാലും കൊല്ലാനൊന്നല്ല കൊണ്ടുപോകുന്നത്, ഏതോ കൊമ്പത്തുള്ള വീട്ടുകാർക്ക് വളർത്താനല്ലേ. അല്ലാതെ ഇതിനിടയിൽ സ്നേഹത്തിന്റെ പുതിയ നിർവചനം കണ്ടെത്തി അവനെവിടെ പിടിച്ചു നിർത്താൻ. അങ്ങനെ ഒരു സ്നേഹം എന്താന്ന് എനിക്ക് അറിയേയില്ല. ഇന്നേ വരെ എനിക്ക് ആരോട്ട് തന്നിട്ടുമില്ല. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ന്യായീകരിക്കുക തന്നെയാ. ഞാൻ ജനിച്ച അംബാനി കുടുംബത്തിലായിരുന്നെങ്കിൽ അവന് പൊട്ടിച്ച് കളിക്കാൻ ആഴ്ചയിലെ പച്ചക്കറി മാർക്കറ്റിനെ സെറ്റ് ഇട്ട് കൊടുത്തേനെ. അതല്ലാത്തോണ്ട് ന്യായീകരിക്കുക തന്നെയാ. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ കുട്ടാ പ്ലീസ്. ആ പാക്കറ്റ് കണ്ടത് ഇത് രാജിക്കുള്ള ചുരിദാറാ. കാശ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ആവശ്യമുണ്ട് എടുക്കാം, അതല്ല ഈ ആവശ്യക്കാർക്ക് വീതിച്ചു കൊടുക്കാം. പഴയ കടക്കാരൊക്കെ ഒന്ന് പിരിച്ചുവിടാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ ടീമിന് ഒരു അടിപൊളി പാർട്ടി. ഗേൾസ് ഇല്ലട്ടാ, ഓൺലി ബോയ്സ്. അങ്ങനെ കുടിച്ചു കുടിച്ച അർമാദിക്കണവനെ ഇന്ന് നിന്റെ ഡേയാ. രാത്രി ഇന്ന് നിന്റെ രാത്രിയാ. ഈ പാവപ്പെട്ട ഇന്ത്യക്കാരൻ ചേട്ടന്റെ ഐശ്വര്യത്തിന്റെ പച്ചക്കുതിരയെ ഞങ്ങളെ കൂടി സന്തോഷത്തോടെ പറഞ്ഞയച്ചില്ലേ നന്ദികളല്ലടാ മോനെ. കുടിക്ക് കുടിക്ക്. പിസ്സ ബർഗർ ആരെങ്കിലൊക്കെ പിടിച്ച് കഴിക്കുക. ഈ ജന്മം മുഴുവൻ ഈ നന്ദി ഏട്ടന് മോനോടുണ്ടാവും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധ ഗർത്ത തലങ്ങളിൽ നിനക്കായ ഒരു കുഷിനിട്ട് കസേര ഒഴിച്ചിട്ടുണ്ടാവും. ആരും മറന്നാലും ചന്ദ്രേട്ടന് നിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ തലയുള്ളത്ര കാലം നിന്നെ മറക്കാൻ പറ്റുമോ? അതെ, ഈ പോക്കൊരു പോക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട. വല്ലപ്പോഴും ഇങ്ങനെ വന്നിട്ട് പോണം. എന്നാലും ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കെയർ ഓഫിൽ ഇതേപോലുള്ള VIP കള്ള് ഷാപ്പിലൊന്നും 2 വീക്കാൻ പറ്റൂല.
ചങ്കിക്കോളിന് വർത്താൻ പറയലടോ. ഇടക്കിടക്ക് വരാനല്ല അവൻ പോണത്, ഒരിക്കലും വരാതിരിക്കാനാ. അല്ലേടാ മോനെ? മോൻ അവിടെ സുഖമായിട്ട് കഴിയുമെന്ന് കേൾക്കുമ്പോഴല്ലേ ചേട്ടന് ഇവിടെ മനസ്സമാധാനത്തോടെ നിർവഹിക്കാൻ പറ്റൂ. ഇനി മോന് ചേട്ടനെ കാണണമെന്ന് തോന്നിയ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ ഇഷ്ടം പോലെ യൂറിങ്ങടെ അയച്ചതൊക്കെ അല്ലേടാ? മ്യൂസിക് ആടാൻ വിടാം. അവൻ പോയി സന്തോഷിക്കട്ടെ. ഇനി ആർക്കാ സന്തോഷിക്കണ്ടേ? ഡാൻസ് ഓ അതിനെതിരെ അവിടെ പോയി ഡാൻസ് ചെയ്യണം. ഇവിടെ വെറുതെ എണീറ്റുന്നാ പോലെ. Come on, come on. എന്താണോ ഈ കാണിച്ചത്? നമ്മുടെ പയ്യനാ, ഒരു പ്രശ്നമില്ല. നമുക്ക് അവിടെ അവിടെ സൈഡിൽ എവിടെ എക്സ്ക്യൂസ് മീ, ഒരു ഗസ്റ്റ് ഉണ്ട്, കഥക് നർത്തകൻ. ഇപ്പൊ ഈ കഥകിന് കുറ്റിയും കൊളത്തൊന്നുമില്ല. എൻജോയ് എൻജോയ്. Come on, that's it. All right, that's enough. Bye. Bye then. See you. Bye. Bye. അവനെവിടെ പോയി? ആകാശ്, ആകാശ്. ഏതായി ഭീകരൻ? മാമനാ? ആരുടെ മാമൻ? ഞാൻ മാമനല്ല, രാമൻ. ഈ അടുത്ത ഇവിടുത്തെ പൂജാരിയാ. കോമയും കുത്തുമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കാ. രക്ഷപ്പെട്ടു. എന്തോന്നാണെന്ന് ബസ് കാണാത്ത മാതിരി കുതിരവാലം വെച്ച് വന്നേക്കാം. മാമ ഈ മരുമോനെ കേറ്റിക്കൊണ്ട് പോ. എവിടെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഹൗസ്ഫുൾ ആണല്ലോ. ഇരിക്കാൻ ചോദിച്ച കടത്തുക പതിവ്. എന്തുവാടോ ഇത്? സോറി, കണ്ടില്ല. കാണാഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ കണ്ടാലോ? മനുഷ്യന്റെ മുഖത്താണോ തുപ്പുന്നത്? ഞാനത് കോളാമ്പിയോ? സോറി, കണ്ടില്ല. എന്ത് കണ്ടില്ല? എന്തോ വന്ന് ഇടിച്ചതാ. അയ്യോ എന്റെ ദൈവമേ, ഇത് എപ്പോഴാ കേറിയത്? ഹോമോ ഒക്കെ അങ്ങ് അമ്പലത്തില്. വിടില്ല. എന്താ ഇത്? പണ്ടാരെങ്കിലും മാമനും പുറകിലെങ്ങാൻ പോയിരുന്നേ. അയ്യോ സീറ്റ് കിട്ടി. എന്തോടാ കാണിക്കുന്നത്? അല്ല, എവിടെങ്കിലും ഇരിക്കാനല്ലേ പറഞ്ഞത്? സ്ത്രീകളുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഈ പിശാചിന്റെ തള്ളിനിടയിൽ ഇരിക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ നോക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടോ മാമേ. ഈ ശവി എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണത്? താനെന്താ മണിയെ പിടിച്ച് കളിക്കണേ? ഞാനല്ല, ഈ ചെക്കൻ എന്റെ പൂണുലിമെ പിടിച്ച് വലിക്കണം. വല്ലേന്ന് കൈയെടുക്കാനാ പറഞ്ഞു. ഞാൻ തുപ്പില്ലല്ലോ. അയ്യോ എന്തായി കാണിക്കണത്? തല്ലരുത്. ഞാനൊരു പൂജാരിയാണ്. പൂജയൊക്കെ തന്നെ അമ്പലത്തില്, ബസ്സിന്റെ അത് വേണ്ട. ദേഹത്ത് തൊടല്ലേ, എനിക്ക് ഇക്കിളിയാവും. ഇക്കിളി ഞങ്ങൾ മാറ്റി തരാണ്. ഒന്ന് നിർത്തണേ. പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല. നിർത്തണ്ട, ഒന്ന് ചവിട്ടിയാ മതി. ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോകണം. എന്റെ ദൈവമേ, ഇതെല്ലാം കൊണ്ടേ പോകും. ഞാനിതാ പോണേ. ഇറങ്ങി വാ. അങ്ങോട്ട് ഇറങ്ങി വാ മോനെ. മാമൻ അവിടെ ചാടിയിട്ടുണ്ട് മോനെ. അങ്ങോട്ട് വേഗം ചെന്നോട്ടോ. ചെല്ല് ചെല്ല് ചെല്ല്. അവാറായി ആകാശ്, ആകാശ്, കുടിച്ച കള്ളു മുഴുവൻ ഇറങ്ങി.
10 ലക്ഷത്തിന്റെ മുതല കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെലവാക്കിയ കാശിന് ഞാൻ അവിടെ പോവും. കാശ് മാത്രമാണോടാ, ഒന്നിനും ബുദ്ധി വളർച്ചില്ലാത്ത പാവല്ലേ ഇത്. എന്തെങ്കിലും സംഭവിച്ചാലാ? ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയനല്ലേ. എന്തെങ്കിലും സംഭവിച്ച എന്റെ അനിയൻ, അല്ലാത്ത സമയത്ത് മുഴുവൻ നിങ്ങളുടെ അനിയൻ. അതാ ഞാൻ പറഞ്ഞത് രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. ഞാനിഞ്ഞ് മിണ്ടിയ തന്റെ രക്തത്തെ താൻ തിരിച്ചറിയും. ഇയാളെന്താ പല്ലില്ലാത്ത ഡ്രാക്കുളൊക്കെ വയറ് നിറച്ച് ബിയർ ശാപ്പാട് അടിച്ചതല്ലേ, എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടാവും. ഉറങ്ങിയണം കൊണർത്തണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ കാലത്ത് നോക്കാന്നേ. അയ്യോ, നമ്മൾ തപ്പി തപ്പി ഊട്ടിയെത്തിയതാ. ഊട്ടി ബാങ്ക്. അത് ഊട്ടിയെ ബാങ്ക. ഇവിടെയൊക്കെ അങ്ങനെ വായിക്കണേ. ആ, ചെലപ്പോ അവൻ യൂറോ മാറാൻ ബാങ്കിൽ കയറി കാണും. അതിനൊക്കെയുള്ള ബുദ്ധി ഉണ്ടോ? ഇത്രക്കാർക്ക് ബാങ്ക് കാണുമ്പല്ലേ ബുദ്ധി വെക്കണത്. സെക്യൂരിറ്റിനോട് ചോദിക്കല്ല. സെക്യൂരിറ്റി സാറേ, ചേട്ടാ, അതെ, ഈ ഒരു പയ്യൻ കഴുത്തില് ബാഗ് തൂക്കിട്ടിട്ട് ഈ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊണ്ടുവരുന്ന പോലെ സോഡ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടൊരു പന്തികേട് പോലത്തെ സാധനം ഇല്ലേ പോണണ്ട. അതിപ്പോ രാത്രി 8 മണി കഴിഞ്ഞാൽ ഇതിലേ പോണ മിക്ക ആൾക്കാർ കണ്ടാലും പന്തികേട് പോകും. തൊട്ടപ്പുറത്ത് ബാർ റെസ്റ്റോറന്റാ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു പന്തികേട്. ഞാൻ ആ പന്തികേടല്ല ഉദ്ദേശിച്ചത്. ഇത് എങ്ങനെയാണൊന്ന് പറഞ്ഞു മനസ്സിലാക്കാം ചേട്ടാ. അതെ, ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഞാൻ ഈ റോട്ടിൽ കൂടെ പോണ ആൾക്കാരെ നോക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നത്, ഈ ബാങ്ക് നോക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത് അറിയോ? ഈ റോട്ടിൽ കൂടി നടന്നു പോണവര് തന്നെയുള്ള ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നത്, അല്ലാതെ ഹെലികോപ്റ്ററൊന്നുമല്ല വന്നിറങ്ങണത്. ആഹാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ആണെങ്കിൽ എന്താടാ അവിടെ? എന്റെ പൊന്നു സാറേ, ഇവരിവിടെ വന്ന് എന്തോ കോപ്രായോ കാട്ടി ബാങ്ക് കുത്തിപ്പൊളിക്കുന്നു പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, എങ്ങനെയുണ്ട് ദാമോദര? എന്റെ ഷാർപ്പ്നെസ് ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചില്ലേ? അയ്യോ സാറ്, ഞങ്ങൾ കള്ളന്മാരല്ല. നാട്ടിൽ ഏതെങ്കിലും ഒരു കള്ളൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ടോടാ? അയ്യോ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ അനിയനെ തപ്പി നടന്നതാ. തപ്പി നടക്കാൻ നിന്റെ അനിയൻ തോന്നടാ തവളെ. നീ അടുത്ത് വാ. എന്നിട്ട് യമഹ എന്നെ മുഖത്ത് നോക്കി പറ. ഹാ എന്റെ മൂക്കിലടിക്കണം. അടിച്ചില്ല, നമഹ എന്ന് പറ. നമഹ. എന്റെ ശബരിമല മുര. ഇത് ആ സാധനോട് അടിച്ച് ശിവാശ്രീ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമാറ്റി അടിച്ചിട്ട് ശിവാശ്രീകളെന്നാ ബാക്കിയുണ്ടോടാ? ഞങ്ങളുടെ തപ്പടോ എല്ലാം. ഞാൻ തപ്പിക്കോളാം. ഇന്ന് വാടാ വവ്വാലിനുണ്ടായവനെ നിന്നെ തന്നെ ചെണ്ടി വയസ്സായിട്ട് ഇക്കിളി മാറിയില്ലടാ. യവന്റെ ആദ്യം മാറ്റി സൈഡിൽ ഇരുത്ത്. ഇവരെ പിടിച്ചെന്ന് സാറ് വരുന്നില്ലേ? ആവോ ഇല്ല, ഞാൻ സെക്യൂരിറ്റി ഡ്യൂട്ടി. അത് ശരി. നിന്റെ ഊറ്റയായി ആദ്യം നിന്നെ ഞാൻ തല്ലില്ല, നിന്നെ ഉരുട്ടേ ഉള്ളൂ. എടുക്കണോ വണ്ടി? ഹലോ, എവിടുന്നാ? ഇത് വീലാടാ. സ്പീൽബർഗിന്റെ പടത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? വന്ന പറക്കം തളിക്കാ പോയാ? ഈ കേസ് കൊള്ളാലോ. ഇത് എവിടെന്ന് കുറ്റിയും പറിച്ച് പറയണ്? ഈ സാധനം മൊത്തത്തിൽ കൊള്ളാലോ. കൈകാര്യം ചെയ്ത് വിട്ടാലോ? നല്ല അടിപൊളി ബാഗാണല്ലോ. നോക്കട്ടെ. നോക്ക്. വാടാ.